ഇത് പടയപ്പ വീണ്ടും ജനവാസ മേഖലയിലെത്തി എന്നുള്ളതാണ് ഗുഡാറുവിള എസ്റ്റേറ്റിലെ വാർത്ത. RRTയുടെ നിരീക്ഷണം കാര്യക്ഷമമല്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. രാഹുൽ വിജയൻ ചേരുന്ന. രാഹുൽ, നേരത്തെ ഒരു കാലത്ത് പടയപ്പ മര്യാദക്കാരനായിരുന്നു. ഇടക്കാലത്ത് പടയപ്പയ്ക്ക് മര്യാദ അത്ര ഇല്ല. എന്താണ് നിലവിലെ പടയപ്പയുടെ മൂഡ്, രാഹുൽ? അക്രമം ഇല്ലെങ്കിൽ പോലും ഈ കൃഷിവിളകളൊക്കെ നശിപ്പിക്കുന്നത് പതിവാണ് പടയപ്പ. ഗൂഡാറുവിള എസ്റ്റേറ്റിലാണ് ഇന്നിപ്പോൾ കാട്ടാന തമ്പടിച്ചിരിക്കുന്നത്. തോട്ടം തൊഴിലാളികൾക്കൊക്കെ വലിയ ആശങ്കയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ പടയപ്പയെ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രം ഒരു 24 അംഗ പ്രത്യേക RRTയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. 12 പേർ പകലും 12 പേർ രാത്രിയും. പക്ഷെ അതിന്റെ ഒന്നും നിരീക്ഷണം അത്ര കാര്യക്ഷമമല്ല എന്ന് നാട്ടുകാർ പരാതിയായി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അടിയന്തരമായി വനംവകുപ്പ് ഈ പടയപ്പയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. തൊഴിലാളികൾക്ക് സ്വൈര്യമായി ജോലി ചെയ്യാനുള്ള അവസരം ഒരുക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. കാശ്മീർ. ഓക്കെ, രാഹുൽ സുരേഷാണ് കട്ടപ്പനയിൽ നിന്ന് പടയപ്പയുടെ വിവരങ്ങൾ നൽകിയത്. പടയപ്പ നിലവിൽ ഉപദ്രവകാരി അല്ലെങ്കിൽ കൂടിയും വിളനാശമൊക്കെ നടത്തുന്നു. മാത്രമല്ല, എന്തായാലും ഒരു കട്ടാൻ ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്തുന്നത് പ്രദേശവാസികൾക്ക് വലിയ ഭീതി ഉണ്ടാക്കുന്നുമുണ്ട്.